ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 27, 2024 നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട ഫുട്ബോൾ മത്സരം എന്ന് പറയുന്നത് യുവേഫ ചാമ്പ്യൻസ് ലീഗിലാണ്. യൂറോപ്പിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബിനെ കണ്ടെത്താനുള്ള മത്സരങ്ങളുടെ 5 റൗണ്ട് മത്സരം പ്രാഥമിക ലീഗിൽ. അപ്പോൾ ഇന്നലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്കൊക്കെ മത്സരങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടന്നത് മാഞ്ചസ്റ്റർ സിറ്റിയും ഡച്ച് ക്ലബ്ബായ ഫെയർനൂദും തമ്മിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നതായിരുന്നു. നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ തുടർച്ചയായി 5 മത്സരങ്ങൾ പരാജയപ്പെട്ടാണ് ഇന്നലത്തെ മത്സരത്തിന് എത്തിയത്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലെങ്കിലും വിജയിക്കാനാവുക എന്ന് കാണികൾക്കൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. 70ാമത്തെ മിനിറ്റ് വരെ അല്ലെങ്കിൽ 75ാമത്തെ മിനിറ്റ് വരെ മാഞ്ചസ്റ്റർ സിറ്റി 3 ഗോളുകൾക്ക് മുമ്പിലായിരുന്നു. അതിനുശേഷം 3 ഗോൾ വഴങ്ങി 3-3 എന്ന നിലയിൽ സമനില വഴങ്ങിയിട്ടാണ് ഇന്നലെ ഗ്രൗണ്ടിൽ നിന്ന് കയറിയത്. ഇന്നലത്തെ സമനിലക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പെപ്പ് ഗാർഡിയോളയുടെ സബ്സ്റ്റിറ്റ്യൂഷനായിരുന്നു. 70ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം 3 പേരെ ഒന്നിച്ചു മാറ്റിയത്. നമുക്കറിയാം അവരുടെ സെൻറ്റർ ബാക്കായ നഥൻ ആക്കയെ മാറ്റി ജോൺസൺ പുസയെ കൊണ്ടുവന്നു. അണ്ടർ 21 താരമാണ്. മിഡ്ഫീൽഡിൽ നിന്ന് ഇൽക്കോ ഗുണ്ടോഗനെ മാറ്റി കെവിൻ ദി ബ്രൂയിനെ കൊണ്ടുവന്നു. മുന്നേറ്റ നിരയിൽ നിന്ന് ഫിൽ ഫോഡനെ മാറ്റിയിട്ട് ജെയിംസ് മെക്കറ്റിയെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു അണ്ടർ 21 താരമാണ്. പെട്ടെന്ന് ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞതോടുകൂടി ടീമിൻ്റെ ബാലൻസ് തെറ്റുകയും തുടർ ഗോളുകൾ വഴങ്ങുകയാണ് ചെയ്തത്. ആദ്യ ഗോളിന് കാരണം അവരുടെ ബാക്ക് ജോസ്കോ ഗാർഡിയോൾ നടത്തിയ ഒരു മൈനസ് പാസ്സാണ്. അത് ഫെയർനൂദിൻ്റെ അബു മൂസയുടെ കാലിലെത്തുകയും അദ്ദേഹം അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് 2 ഗോളുകൾ 15 മിനിറ്റിനുള്ളിൽ വഴങ്ങി, 13 മിനിറ്റിനുള്ളിൽ. ഏതായാലും ഇന്നലത്തെ തോൽവിയല്ല, സമനില. അത് തോൽവിക്ക് തുല്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇനി 1-2 മത്സരങ്ങളെ ബാക്കിയുള്ളൂ ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ. അത് വിജയിച്ചാൽ പോലും സിറ്റിക്ക് ഇനി നേരിട്ട് ഇതിൻ്റെ പ്രീ ക്വാർട്ടറിൽ എത്താൻ കഴിയില്ല. ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിൽ സാധ്യത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെപ്പ് ഗാർഡിയോള ഇന്നലെ ഒരുപാട് മത്സരശേഷവും ഒരുപാട് വികാരാധീനമായി. ഇന്നലെ നടന്ന മറ്റൊരു പ്രമുഖ മത്സരത്തിൽ നമുക്കറിയാം ആർസനൽ 5-1 സ്പോർട്ടിംഗ് ലിസ്ബണെ തോൽപ്പിച്ചു. സ്പോർട്ടിംഗ് ലിസ്ബൺ നമുക്കറിയാം കഴിഞ്ഞ മാസം അവസാനം മാഞ്ചസ്റ്റർ സിറ്റിയെ 4 ഗോളുകൾക്ക് തകർത്ത ടീമാണ്. അവരാണ് ഇന്നലെ ആർസനലിനോട് 5-1 പരാജയപ്പെട്ടത്. മറ്റൊരു പ്രമുഖ മത്സരത്തിൽ ബയേൺ മ്യൂണിക്ക് 1 ഗോളിന് PSG പരാജയപ്പെടുത്തി. PSG ഉസ്മാൻ ഡംബലെ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിരുന്നു. വേറൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ ബാർസലോണ ബ്രസ്റ്റിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തു. ബാർസലോണയ്ക്ക് വേണ്ടി അവരുടെ സൂപ്പർ താരം ലെവൻഡോസ്കി 2 ഗോളുകൾ നേടി. ഇതോടുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കും ശേഷം ചാമ്പ്യൻസ് ലീഗിൽ 100 ഗോൾ തികയ്ക്കുന്ന താരമായി ലെവൻഡോസ്കി മാറി. അതോടൊപ്പം മാഞ്ചസ്റ്റർ സിറ്റിയും ഫെയർനൂദും തമ്മിലുള്ള കളിയിൽ എർലിംഗ് ഹാലൻഡ് 2 ഗോൾ നേടിയിരുന്നു. ഇത് അദ്ദേഹത്തെ ഏറ്റവും വേഗതയിൽ ചാമ്പ്യൻസ് ലീഗിൽ 50 ഗോൾ തികയ്ക്കുന്ന താരമാക്കി മാറ്റി. അദ്ദേഹം 50 ഗോൾ തികച്ചു. ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ 50 ഗോൾ തികയ്ക്കുന്ന താരമാണ് എർലിംഗ് ഹാലൻഡ്. ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങൾ നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് കാണികളെ ഏറ്റവും കൂടുതൽ ആകാംക്ഷകൾ കാത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ക്ലബ്ബ് ലിവർപൂളും നിലവിലുള്ള ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡും തമ്മിലുള്ള കളിയാണ്. കളി നടക്കാൻ പോകുന്നത് ലിവർപൂളിൻ്റെ ആൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വൻ വിജയം നേടിയിരുന്നു. അവർക്ക് വേണ്ടി അൽവാരസ് 2 ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം
ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിലും ഇന്നലെ മത്സരങ്ങളുണ്ടായിരുന്നു. സൗദി ക്ലബ്ബായ അൽ ഹിലാലിന് ഇന്നലെ സമനിലയായിരുന്നു. ഈ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ 3 പ്രധാന പോയിൻ്റ് ടേബിൾ 3 സ്ഥാനങ്ങളിലുള്ളത് സൗദി അറേബ്യൻ ക്ലബ്ബുകളാണ്. ഒന്ന് റിയാദ് മെഹ്റസ് നയിക്കുന്ന അൽ അഹ്ലി, രണ്ടാമത്തേത് നെയ്മർ ജൂനിയർ ടീമായ അൽ ഹിലാൽ, മൂന്നാമത്തേത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായ അൽ നാസർ. ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഇന്നലെ മത്സരങ്ങളുണ്ടായിരുന്നു. മുംബൈ സിറ്റി ഇന്നലെ വീണ്ടും പരാജയപ്പെട്ടു. മാഞ്ചസ്റ്റർ സിറ്റിയെ പോലെ തന്നെ മുംബൈ സിറ്റിയും തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടിൻ്റെ ഉടമസ്ഥർ ഒരാൾ തന്നെയാണ് ഇപ്പോൾ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഫുട്ബോൾ അപ്ഡേറ്റിലുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.